ഇവിടെ ആൾക്കാർക്ക് എന്ത് സ്നേഹ തലയിൽ ലൈനൊക്കെ ഇട്ടിട്ടുണ്ട്. ഓൺലി 2. സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഒരു ദിവസം കൂടി നമ്മളുണ്ടാവുകയുള്ളൂ. അതായത് നാളെയാണ് നമ്മൾ ഈ അൻഡമാനിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോഴത്തെ റൂമൊക്കെ ഞാനിവിടെ ഒന്ന് ഒരുക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ബാത്റൂം കഴുകി അത് ഇത്രയും ക്യാൻസാണ് ഞാനിവിടെ ഉപയോഗിച്ചത് കേട്ടോ. ഈ ഗ്യാസ് ക്യാനാണ് ഒരെണ്ണം കൂടി ഉണ്ട്, അത് ഞാൻ പുറത്ത് വെച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കണം. ഇത് ട്രൈപോഡ്. നമുക്ക് നേരെ ഇനി റൂം കൂട്ടിയിട്ട് പുറത്ത് പോവാം. കാണാൻ ഒരുത്ത വന്നിട്ട് സമയത്ത് अब्बास का घर जा रहे हैं. वापस आऊँगा 5 बजे. आऊँगा ना तुम भी? फोटो खींचने का. इधर भी. ഞാനിപ്പോൾ അർബാസിൻ്റെ വീട്ടിൽ പോകണ വഴിക്കാണ് ചെക്കൻ കണ്ടത്. साइकिल स्कूटी सब वापस दे दिया. ये पकड़ो ना. अभी वीडियो चला रहे. इतना दिन नहीं देखा. क्लास है. स्कूल. हाँ स्कूल. ഇത്ര നാളൊന്നും വരാത്ത വരുന്നല്ലോ. ക്ലാസ് ഉണ്ട് കേട്ടോ. അതൊന്നും വരാൻ ഞാൻ സൈക്കിൾ ഇവിടെ വെക്കാറ്. ഇതാണ് താക്കോലിൻ്റെ സ്പോട്ട്. നേരെ അർബാസിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിലേക്ക് ആറ്റിക്ക് 5 बजे देखूंगा. ആ 5 മണിക്ക് ഇവരെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. ഫോട്ടോ പറ്റി നിറച്ചും പട്ടി അവിടെ. 5 മണിയാകുമ്പോഴേ അവരെല്ലാവരും കൂടി വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും. പിള്ളേർ മറ്റൊരു സന്തോഷമല്ലേ. നമുക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. ഇത്തിരി നടക്കാറുണ്ട് കേട്ടോ. ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും എൻ്റെ റൂമിലേക്ക്. നമുക്ക് സൈക്കിളും സ്കൂട്ടിയൊക്കെ തന്നത് അവൻ തന്നെയായിരുന്നു. എന്നിട്ടിപ്പോൾ അതെല്ലാം തിരിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ നടന്ന് അവൻ്റെ വീട്ടിലേക്ക് പോവാം. നമ്മൾ ഇതിൻ്റെ സൈഡ് എത്തിയിട്ടാ. കാരണം ആ റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ഉള്ള ലുക്ക് കണ്ടോ. ബീച്ച് നമ്മളിനി പോകേണ്ടത് ഈ സൈഡിൽ കാണുന്ന സ്റ്റെപ്പിൽ കൂടെ കയറിയിട്ട് വേണം നേരെ മുകളിലേക്ക് പോകണമെങ്കിൽ. നേരത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ ഏത് വഴിയാണ് വന്നതെന്നുള്ളത്. ഇത് ഈ കാണുന്ന വഴി ഉണ്ടല്ലോ, ഈ കാണുന്ന വഴി കൂടെ വന്നത്. നമുക്ക് ഷോർട്ട് കട്ട് ചാടി പോകണം അവൻ്റെ വീട്ടിലേക്ക്. അവിടെ ഫുള്ള് കേബിളൊക്കെ വലിച്ച് ചടിച്ചിട്ടേക്ക്. എന്താ വ്യൂ നോക്കിയ ബീച്ചിൻ്റെ. നമ്മളിന്ന് ഈ ബാഗ് അവന് തിരിച്ചു കൊടുക്കും കേട്ടോ. ഈ ബാഗ് അവൻ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നതാണ്. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ സാധനം ഇട്ടിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടെങ്കിൽ തന്നതാണ്. എൻ്റെ കയ്യിലുള്ള വലിയ ബാഗ് ആയതുകൊണ്ട് അത് കൊണ്ടുപോകാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവൻ ഇത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് തന്നു വിട്ടു. ഇവിടെ ആൾക്കാർക്ക് എന്ത് സ്നേഹ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് തന്നു വിട്ടു നമുക്ക് ഓരോ കാര്യങ്ങൾ. ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുറേ നല്ല ആൾക്കാർ കാണാൻ പറ്റും ജീവിതത്തിൽ. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് ഒരു മെയിൻ റോഡിലേക്ക് കയറി. ഇത് കേട്ടോ പട്ടികളെ കേട്ടോ. കണ്ടോ നിറച്ച് പട്ടികളാ. എവിടെ പോയാലും ഉണ്ടാവും പട്ടി. ഒന്നും ചെയ്യില്ല വിചാരിച്ച് പോവാ. ഇവിടെ സുന്ദരക്കുട്ടപ്പം കണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട്. കുറയ്ക്കണേടാ നമ്മളെ കുറയ്ക്കും. നമ്മളധികം മൈൻഡ് ചെയ്തിട്ട് മതി. എന്നെ ഒരു 10-20 തൊട്ടെങ്കിലും പട്ടി ഓടിച്ചിട്ടുണ്ടാവും അവിടെ. അത്രയധികം പട്ടികളുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അർബാസിൻ്റെ വീടെത്തി. ഞാൻ അർബാസിൻ്റെ സൈക്കിൾ കേട്ടോ. ഈ സൈക്കിളിൽ നിന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അർബാസ് बैठा बैठा बीच गई गाड़ी में थी. अच्छा बैठो. हाँ 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 बात കുറച്ച് വിരുന്നുകാർ വന്നിട്ടുണ്ട്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഒരു ഭക്ഷണം ചെന്നിരിക്കാം. केरला में भी बारिश नहीं है. अभी बहुत बारिश है. अभी बारिश का टाइम है. केरला में भी पानी जमा हो जाता है ना. हाँ बहुत. वो तो पहाड़ी जगह है फिर भी जमा होता है. उधर एक जगह है पानी नीचे नहीं जाऊंगा ऐसा जगह है. हाँ वो जगह में फ्लड आऊँगा. अच्छा मेन सिटी ना. मेन सिटी में फ्लड है. मेरा घर का जगह उधर कुछ नहीं, पूरा पहाड़ है. पानी नहीं रहेगा. कौन सा जगह? पालक्काड. पालघाट
सिटी से कितना दूर है? सिटी का मेन पालकाड सिटी में 40 किलोमीटर। 40 दूर नहीं है। इतना दूर नहीं। हमारा मेन सिटी पास त्रिशूर है। पालकाड मेरा मेरा टाउन सिटी दूर है। दूसरा डिस्ट्रिक्ट है, त्रिशूर बोलूँगा। हाँ, उधर पास है, वो 30 किलोमीटर का अंदर। एयरपोर्ट से कितने मिनट लगेगा? कितने घंटे? घंटा। त्रिशूर आधा घंटे में पहुँचूँगा। पालकाड 1 घंटा चाहिए। पालकाड पूरा गाँव का तरफ आ गया। हाँ, पुराना गाँव है ना। हाँ, वो पालकाड में है। सब लोग फिल्म शूटिंग कुछ करूँगा वो उधर पालकाड। मेडिकल भी अच्छा है। हाँ, वो बड़ा वाला मेडिकल कॉलेज है, बहुत हॉस्पिटल है। बहुत हॉस्पिटल है देखा। उधर उधर हमारे जगह का उधर एक हॉस्पिटल है। उधर एक दिन हॉस्पिटल में एडमिट हुए तो 1 लाख रुपया आएगा। है, ऐसा है उधर। बड़ा हॉस्पिटल होगा, बहुत इंटरनेशनल होगा। हाँ, इंटरनेशनल भी है। ये पालकाड में है हॉस्पिटल, 5,000 एक दिन का। हाँ, 5,000। वो मेडिकल कॉलेज है ना। वो भी है बहुत बड़ा वाला। मेडिकल कॉलेज भी है। ഞങ്ങൾ വർത്താനം പറയാനിടയിൽ അവൻ്റെ ഉമ്മ നമുക്ക് കുറേ ഫുഡൊക്കെ കൊണ്ട് തന്നു കേട്ടോ. ചിക്കൻ ഉണ്ടായിരുന്നു, മട്ടൺ ഉണ്ടായിരുന്നു, പരിപ്പ് കറി ഉണ്ടായിരുന്നു, പയർ കറി ഉണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് വറുത്തതുണ്ട്, കുറേ കറികളുണ്ട് കേട്ടോ. എണ്ണയെ തീരില്ല. കാരണം ഞാനിപ്പോൾ ഇവിടെ നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ഇത്രയും നല്ലൊരു ഭക്ഷണം ഇന്നോട്ട് ആദ്യമായിട്ട് കഴിക്കണം. 1 മാസത്തിന് ശേഷമാണ് നല്ലൊരു ഭക്ഷണം കഴിക്കണത്. ഭക്ഷണം കഴിക്കാറുണ്ട്, പക്ഷേ നല്ല കറികൾ കൂട്ടിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞ വീട് ശരിക്കും മിസ് ചെയ്തു. അപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും നല്ല ഫുഡൊക്കെ അടിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവരെന്നെ വിളിക്കണത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം നാളെ പോകുന്നുള്ളത് കൊണ്ട് അവരിന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്നത് നിർബന്ധമായിട്ട് പറഞ്ഞു കേട്ടോ. ഞാൻ ആദ്യം വരുന്നില്ല, ഞാൻ റൂമിലുണ്ടാക്കി കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്ത് സമ്മതിക്കണ്ട, ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് വരുത്തി ഇവിടെ ഭക്ഷണം കഴിപ്പിക്കുക കേട്ടോ. വന്ന അന്ന് തന്നെ ബിരിയാണിയുടെ കാര്യം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഞാൻ ജീവിതത്തിൽ ബിരിയാണി ഇന്നേ വരെ കഴിച്ചിട്ടില്ല. എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ബിരിയാണി. അതിൻ്റെ സ്മെല്ല് കേട്ടാൽ തന്നെ എനിക്ക് ഓക്കാനിക്കാൻ വരുന്നത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചോറുണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ ഈ വീട്ടിൽ. അതുവരെ അവർ സമ്മതിക്കണം. ഞാൻ ഏത് കല്യാണത്തിന് എവിടെ പോയാലും ഞാൻ ബിരിയാണി കഴിക്കാറില്ല. ബിരിയാണി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കഴിക്കാണ്ട് വരികയാണ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ ചോറ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചേക്കാം. ശരിക്കും ഇവിടെ ബിരിയാണി ആയിരുന്നു ഇന്ന് എല്ലാവർക്കും, പക്ഷേ എനിക്ക് വേണ്ടി മാത്രമാണ് ഈ ചോറുണ്ടാക്കിയത്. ആൻഡമാനിൽ വന്നിട്ട് എന്നെ പല വീടുകളിലും ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഞാൻ യൂട്യൂബ് വീഡിയോ എടുത്ത് നടക്കുന്ന സമയത്ത് എന്നെ പല വീടുകളിലേക്കും ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിൽ ഞാൻ ഒഴിവാക്കി വിടും, എന്നാലും ഞാൻ പോയ സ്ഥലത്തൊക്കെ ഭക്ഷണം കഴിച്ചത് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ ആൾക്കാരുടെ കൈപ്പുണ്യം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ശേഷം എനിക്ക് ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ തന്നു കേട്ടോ. ഗുലാബ് ജാമ്പ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ എനിക്ക് തന്നു കേട്ടോ. ഇവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇവർ സ്വീറ്റ്സ് കഴിക്കാറുള്ള പതിവാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാണ് നാം ക്യാ ഹെ? സദാഖത്ത് അലി. പേര് കുറച്ച് ഇത്തിരി പാടാണ്. ദീദി കാ ഷനാസ്, वो अरबाज का मम्मा का सिस्टर। ओके ओके, आप इधर ही है? नहीं ना प्लेस स्टेइंग होम ओ अंडमान में ये आइलैंड। ओके, आपका काम क्या है? अंडर वाटर एक्टिविटी, सी वर्क। हाँ, सी का अंदर। ओके, वाटर एक्टिविटीज़। ओके ओके, वो पोर्ट ब्लेयर में और दूसरा आइलैंड है? नॉर्थ बे एंड हैवलॉक। अच्छा अच्छा, इंडिया में 2 ही जगह होता है ये चीज़। ओनली 2? Oh, हैवलॉक एंड नॉर्थ बे। ഓക്കെ, ലൈക്ക് അണ്ടർ വാട്ടർ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കാണുന്നത് അർബാസിൻ്റെ ഉമ്മയുടെ അനീത്തിയുടെ മോളാണ് കേട്ടോ. ഞാൻ പറ്റാവോ? അഫ്ര ബേഗം. അഫ്ര എന്നാട്ടോ പേര്. അപ്പോൾ ഇതാണ് അവൻ്റെ ചെറിയൊരു ഫാമിലിയാണ്. അപ്പോൾ അവസാനം നമ്മൾ അർബാസ് എത്തിയിട്ടുണ്ട്. രണ്ട് ചക്കര ലുക്ക് ഉണ്ടപ്പോൾ തലയിൽ ലൈനൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ലൈൻ തും ഡാൽ ദിയ. എൻ്റെ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ടിട്ടോ ഇവർ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴും ചായ കിട്ടിയിട്ടോ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണം. എന്നെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ വിടുള്ളൂ എന്ന് പറഞ്ഞു. എന്തൊരു സ്നേഹമെന്ന് അറിയാം ഇവർക്ക്. സുഹൃത്തുക്കളെ, അപ്പം നിങ്ങൾ കണ്ട പോലെ തന്നെ അർബാസിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് നമുക്ക് ഫുഡൊക്കെ തന്നിട്ടാ. എന്ത് നല്ല മനുഷ്യരാണെന്നറിയോ, പറയാതിരിക്കാൻ വയ്യ. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്നെ അങ്ങനെ ഒരു വലിയ രീതിയിലൊന്നും അത്രയും പരിചയമുള്ള ആൾക്കാരല്ല. എന്നിട്ട് പോലും എന്നെ അത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ പറഞ്ഞേക്കണത്
എയർപോർട്ടിലേക്ക് പോണ വഴി തന്നെ കൊണ്ടുവിടാം. അപ്പോൾ കാലത്ത് തന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം സപ്പോർട്ടാണ് ചെയ്യുന്നത് അറിയാം. ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. ഇത്ര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം കേട്ടോ. അപ്പോൾ ഞാൻ നേരെ തിരിച്ചിപ്പോൾ റൂമിലേക്ക് പോവാണ്. നാളെ നമ്മൾ പോവും. ഇന്നാണ് നമ്മുടെ ലാസ്റ്റത്തെ ദിവസം അവിടെ. എല്ലാവർക്കും നാളെ പോകുന്നൊരു വീഡിയോ കാണാം.